കുംഭമേള കാണാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കുംഭമേള കാണാൻ നമ്മൾ ആദ്യം എത്തിച്ചേരേണ്ടത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാൻ പറ്റും. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തിരൂരിലേക്കുള്ള ബസ്സുണ്ട്, തിരുനാവായ വഴി. ആ ബസ്സിൽ കയറിയാൽ മതി. ബസ്സിൽ കയറിയ ബസ് ടിക്കറ്റ് 15 രൂപയാണ് വരുന്നത്. തിരുനാവായയിൽ ഇറങ്ങി അവിടെ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇവിടെ കുറച്ച് ദൂരം നടക്കുമ്പോൾ തിരുനാവായ അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് നമ്മളെത്തും. അവിടുന്ന് കുറച്ച് ദൂരം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എൻട്രൻസിലേക്ക് എത്തും. ഇവിടുന്ന് ഒരു ചെറിയൊരു പാലത്തിൽ കൂടെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈനായിട്ട് മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും എത്തിച്ചേരുന്ന എല്ലാവരും 5:30-ക്കുള്ളിൽ എത്തിച്ചേരും. 5:30 കഴിയുമ്പോഴത്തേന് ഏത് നിമിഷം ഇവിടെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് മെയിൻ സ്പോട്ട്, കുംഭമേള നടക്കുന്ന മെയിൻ സ്പോട്ട്. ഇവിടെ ഇത് ഒരു ഉച്ചയ്ക്ക് 1 മണിയുള്ള ടൈമിലുള്ള കാഴ്ചയാണിത്. ആൾക്കാർ ഇപ്പം തന്നെ അവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അവിടെ ഭയങ്കര തിരക്കാരും വൈകുന്നേരം ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ തവനൂർ സൈഡിലും കുംഭമേളയുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത്. ഇപ്പം ഒരുപാട് പ്രായമുള്ളവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തവനൂർ സൈഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് കസേരയിൽ നമുക്ക് ഇവിടെ നിന്ന് നീളാരത്തിൽ കാണാൻ സാധിക്കും. രാത്രി 8 മണിയാകുമ്പോഴാണ് തിരിച്ചു പോകാനുള്ള പാലം ഓപ്പൺ ആകുന്നത്. തവനൂർ സൈഡിലും തിരുനാവായ സൈഡിലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതാണ്. നിളാരതി കാണാൻ വരുന്നവർ ഒരു 4 മണിക്ക് മുന്നേ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.